ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണേ. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സവാള ഒന്നും വഴറ്റാതെ തന്നെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ബീഫാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല. അപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ എക്സ്ട്രാ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 സ്പൂൺ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റോ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചിക്കനും കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ, ബീഫ്, പിന്നെ മീനൊക്കെ കഴുകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണം വെള്ളത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ചിക്കൻ മേടിക്കുമ്പോൾ ബ്രസ്റ്റ് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് മേടിക്കാറ്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു റെസിപ്പി, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. ഷവർമ റെസിപ്പിയാണ്. അപ്പോൾ അതാ ബീഫിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള വഴറ്റാതെ തന്നെ ഉണ്ടാക്കണേ, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ബീഫൊക്കെ വെന്തതിന് ശേഷം, വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറിയല്ല, റോസ്റ്റായിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് റോസ്റ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. വേവിച്ചതിന് ശേഷം തൊലി കളയാമെന്ന് വിചാരിച്ചു, കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് റോസ്റ്റായി എടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവുന്നുണ്ട്. പിന്നെ ഇത് കട്ട്ലേറ്റിലേക്കുള്ള ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? എന്ത് സാധനമാണത്? എന്ത് സാധനമാണത്? പയർ. അപ്പോൾ അവിടെ സയാനും ഹസ്ബൻഡും പയറില്ലേ അത് ഒടിച്ച് തരാണ് കേട്ടോ. പിന്നെ അതാ ബീഫ് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ മുൻപ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, കുറേ നാളായി വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ചിക്കൻ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പയർ വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കഴുകി നല്ലപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ലുലു പോയപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 മാങ്ങയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുക്കുമ്പോഴാണ് മനസ്സിലായത് 2 മാങ്ങ മാത്രം നല്ലപോലെ പഴുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ 2 മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ.
പിന്നെ ആ കട്ട്ലേറ്റിനുള്ള സവാളയും മല്ലിയിലയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചിക്കനിലും പൊട്ടാറ്റോയിലൊക്കെ ഉപ്പിട്ടതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതും കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ഇടരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ആ മസാല ഒക്കെ നല്ലപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കട്ട്ലേറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ആ ഒരു സമയം കൊണ്ട് ഞാൻ പയറുണ്ടല്ലോ അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ വഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയില്ലേ, ഉണക്കമുളക് ചതച്ചത്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചിങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നോമ്പ് തുറന്നിട്ട് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ചോറ് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും എല്ലാം ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരപ്പ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ തേങ്ങ, ജീരകം, പിന്നെ ചെറുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമ്പഴം വെന്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം പാടില്ല കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞതും അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുക. പിന്നെ ഒരു ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് കറിയിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ കട്ട്ലേറ്റിനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ബ്രെഡ് ക്രംസിലും പിന്നെ മുട്ടയിലും ഒന്ന് മുക്കിയെടുക്കാനുണ്ട്. അങ്ങനെ പിന്നെ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഉപ്പും കുരുമുളകൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. വെറുതെ മുട്ട ഞാൻ നല്ലപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാറേ ചെയ്യാറുള്ളൂ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നാക്സ് ആ ഒരു ടൈമിലാണ് ഞാൻ വറുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ കട്ട്ലേറ്റ് വറുക്കാമെന്ന് വിചാരിച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. സാധാരണ ഈ റമദാനിൻ്റെ ഞാൻ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. കാരണം സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഭയങ്കര കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാറില്ല. ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നേരെ ഒന്നല്ലെങ്കിൽ നാസ്ത അല്ലെങ്കിൽ ചോറ് അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കാർ വെച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ തൊലി കളയാനുള്ള മടിക്ക് മാങ്ങ ഇങ്ങനെ മുറിച്ചതിന് ശേഷം കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത മാങ്ങാണെങ്കിൽ പെട്ടെന്ന് പോരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടാണ്, എളുപ്പപ്പണിക്ക് ചെയ്തതാണ്.
പിന്നെ എന്നിട്ട് മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല. പിന്നെ കുറച്ച് പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പുറത്ത് പോകാൻ കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഡ്രസ്സൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ. അതിപ്പോൾ സയാന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സയാന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ മാക്സിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും സയാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബി കുറേ ഓടിച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാനും ഹസ്ബൻഡും കൂടി സയാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സയാന് ഒരു 3 പെയർ ഡ്രസ്സാണ് എടുത്തത് കേട്ടോ. ഉമ്മയും അനിയത്തിയും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടി വകയുള്ള ഇതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് സയാന് കുറേ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ചധികം കളക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതെന്താ അതെന്താ സ്ക്വിഡ് ഗെയിം. ആ പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അന്ന് നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഞാനന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഭയങ്കരമായിട്ട് മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. പിന്നെ അച്ചിങ്ങത്തോരനും ബീഫ് റോസ്റ്റും പപ്പടവും ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുന്നത് വേറൊരു ദിവസം കേട്ടോ. അപ്പോൾ സയാൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സലോണിൽ പോകണ്ട, വീട്ടിൽ കട്ട് ചെയ്താൽ മതി പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഹസ്ബൻഡ്. പിന്നെ നമ്മളിതാ ഡെക്കാത്തലോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാന് സ്കേറ്റിങ്ങിൻ്റെ ഷൂ ഇട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടിച്ചു കൊടുത്തതാണ് കേട്ടോ. दे हाँ वापस आएगा।
ജമ്പ് 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 കഴിഞ്ഞൊരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാം എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷം വന്നത് കേട്ടോ. അതായത് നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് ഡെക്കാത്തലോണിൽ ഇറങ്ങിയതാണ്. സൺഡേ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയും അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ സയാന് ബ്രേക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു. പിന്നെ പെടൽ ഫുൾ സർക്കിളിൽ ചവിട്ടാനും അറിയില്ലായിരുന്നു. അപ്പോൾ അതും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സൈക്കിൾ ചവിട്ടി പഠിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിലോണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സയൻ എന്താ വേണ്ടത്? അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.